എപ്പോഴും സവാളയൊക്കെ ചേർത്തിട്ടില്ലേ നമ്മൾ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാറ്. ഇത്തവണ സവാളയൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ സവാള ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുത്ത നല്ലൊരു വെണ്ടയ്ക്ക റെസിപ്പിയുടെ വീഡിയോ ആണ് ഇന്നത്തേത്. നല്ല ചൂടുകട്ടിയുള്ള ഒരു കടായിയോ പാനോ ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. കടുകൊന്നും ചേർക്കണ്ട. ഇനി അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക നേരെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ വെണ്ടയ്ക്ക റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെണ്ടയ്ക്ക ഒരല്പം നേരത്തെ കഴുകി വെച്ചിട്ട് അതിൽ വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം മാത്രം അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ട് ഇതിൻ്റെ വഴുവഴുപ്പ് വളരെ കൂടുതലായിട്ട് തോന്നും. ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക കഴുകി പെട്ടെന്ന് തന്നെ അരിഞ്ഞ് ആണ് ഇതിപ്പോൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് വെണ്ടയ്ക്കയിൽ വഴുവഴുപ്പ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ വഴുവഴുപ്പൊക്കെ മാറിക്കോളും. ഇനി ഒരു 3-4 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് വെണ്ടയ്ക്ക വേവിച്ചെടുക്കാം. ഇപ്പോഴും വഴുവഴുപ്പ് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അത് കാര്യമൊക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. അതൊന്ന് മാറ്റാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ വഴുവഴുപ്പ് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 7-8 ഉള്ളി ചതച്ചതും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അത് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ചേർക്കേണ്ടതെന്നാണെങ്കിൽ ഉള്ളി സ്കിപ്പ് ചെയ്യാവുന്നതാണ്, പക്ഷേ ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറിന് പകരം സാദാ മുളക് പൊടിയാണെങ്കിൽ അത് ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് ഇളക്കി ആ മുളകിൻ്റെ കുത്തെല്ലാം മാറ്റിയെടുക്കണം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചൊക്കെ എടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വഴറ്റി എടുത്താലും മതി. ഇനി ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് എല്ലാം മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു വെണ്ടയ്ക്ക വഴറ്റിയതാണിത്. ചിലർക്കൊക്കെ വെണ്ടയ്ക്ക നന്നായിട്ട് മൊരിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഇതിലൊരല്പം ഓയിലൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്താൽ മതി. അതല്ലെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ വഴറ്റിയെടുക്കാൻ കുറച്ച് എളുപ്പമാണ്. പക്ഷേ അധികം ഓയിൽ ചേർക്കാത്തതാണ് നല്ലത്. വെണ്ടയ്ക്ക വഴറ്റിയെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.